അസാധ്യമെന്ന് എഴുതിത്തള്ളിയ ഒരു സ്വപ്ന പദ്ധതി. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവും റോഡ് നവീകരണവും. ആരുടെയും കണ്ണീര് വീഴ്ത്താതെ വികസനം നടത്തണമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു. അപ്പൊ ജനങ്ങളെയും കൂടി പങ്കെടുപ്പിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വികസനം നടത്തുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഗതാഗത കുരുക്കും തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളും പാർക്കിംഗിന്റെ അപര്യാപ്തതയുമടക്കം അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാതെ നട്ടം തിരിഞ്ഞ വട്ടിയൂർക്കാവിന് ഒടുവിലിതാ ശാപമോക്ഷം. അപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കേന്ദ്രമായി മാറാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 40 വർഷത്തിലധികമായി ഇവിടെ വികസനത്തിന് വേണ്ടി ആൾക്കാർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്, വികസനം വരുമ്പോൾ കടകൾക്കൊക്കെ വലിയ നഷ്ടം വരും. പലരിടത്തും കടകൾ പൊളിച്ചു മാറ്റേണ്ടി വരും. പക്ഷേ എതിർപ്പില്ലാത്തൊരു സ്ഥലം ഇവിടെയാണ്. അപ്പൊ അത് കാരണം അവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കടകളിൽ കച്ചവടം, അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇതിലേക്ക് പോകാൻ പറ്റില്ല, രാവിലെ ഇതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ കച്ചവടക്കാരും ഇത് ആഗ്രഹിക്കുകയാണ്, വികസനം വരണം. അതുകൊണ്ട് അല്പം നഷ്ടം വന്നാലും കുഴപ്പമില്ല, വരുന്നതാണ് നല്ലതെന്നുള്ളൊരു മനോഭാവം ഇവിടുത്തെ കച്ചവടക്കാർക്ക് പൊതുവിൽ സ്വീകരിച്ചു, എല്ലാ സംഘടനകളും. അപ്പോൾ അത് വളരെ പോസിറ്റീവായി മാറി. അപ്പോൾ ഇത്രയും വലിയൊരു തുക മുടക്കാൻ ഞങ്ങളെയും പ്രേരിപ്പിച്ചത്, ഗവൺമെന്റിനെയും സഹായിച്ചത് അവരുടെ ഒരു അപ്രോച്ചാണ്. അപ്പോൾ അവരെല്ലാം വികസനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ആരും എതിര് പറയുന്നില്ല. അപ്പോൾ അത് ഇവിടുത്തെ ഒരു പോസിറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ്. ഒന്ന്, നമ്മൾ ശാസ്തമംഗലത്ത് നിന്ന് തുടങ്ങി വട്ടിയൂർക്കാവ് മണ്ഡ്രക്കോണം വഴി ഒരെൻഡ് പേരൂർക്കടയിലേക്കും മറു എൻഡ് മുക്കോലയ്ക്കൽ നിന്നും വഴിയിലേക്കുമാണ് വികസനം. അപ്പോൾ നിലവിലെ റോഡ് ഏതാണ്ട് 8 മീറ്റർ വീതിയിലുള്ളതാണ്. അത് 18 മീറ്ററായി മാറും. അപ്പോൾ അവിടെ ഒരു മീഡിയൻ ഉണ്ടാകും, ഫുട്പാത്ത് ഉണ്ടാകും, മറ്റ് സൗകര്യങ്ങളുണ്ടാകും. ഒപ്പം തന്നെ ഈ ജംഗ്ഷൻ ഭാഗത്ത് ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടിച്ചു നിരത്തി തുടങ്ങി. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഈ ഒഴിപ്പിക്കുന്ന കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിന്റെ പ്രോജക്റ്റ്. ഏതാണ്ട് 820 കോടി രൂപ ഇതിനു വേണ്ടി മുടക്കുകയാണ്. റിഹാബിലിറ്റേഷൻ സ്ഥലം എടുക്കാൻ വേണ്ടി മാത്രം 88 കോടി രൂപ, റോഡിന്റെ വൈഡനിങ്ങിന് വേണ്ടി ഏതാണ്ട് 659 കോടി രൂപ, ഇനി അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഏതാണ്ട് 100-120 കോടി രൂപ. ഇങ്ങനെയാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ 820 കോടിക്ക് മുകളിലേക്ക് തുക മാറുകയാണ്. അപ്പോൾ ഇത്രയും തുക കേരള ഗവൺമെന്റ് മുടക്കുകയാണ്. അതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വട്ടിയൂർക്കാവുകാർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അന്നേ ദിവസം ഇതിന്റെ വികസനത്തിന്റെ തുടക്കം കൂടി ഇടണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അസാധ്യമെന്ന് വിധിയെഴുതിയ ഈ വികസന സ്വപ്നം സാധ്യമാക്കിയ നിശ്ചയദാർഢ്യത്തിന്റെ പേരാണ് VK പ്രശാന്ത് MLA. ഒരുപാട് റവന്യൂ നടപടി പൂർത്തീകരിച്ചിട്ടാണ് ഈ സ്ഥലമേറ്റെടുക്കൽ നമ്മൾ പൂർത്തീകരിച്ചത്. കാരണം ഞാൻ തർക്കമില്ല എന്ന് പറയുമ്പോഴും ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ചില വീട്ടുകാർക്കൊക്കെ എതിർപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോകുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവുകാരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വികസനമാണ്. ഇത് നടന്നാൽ ഇവിടുത്തെ ഒരു മുഖച്ഛായ മാറും. അപ്പോൾ ആ നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടത് വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടമാണ്. അതിന്റെ പണി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. തൊട്ട് മറുവശത്താണ് നമ്മുടെ വട്ടിയൂർക്കാവ് മാർക്കറ്റ്. അവിടെ ഇപ്പോൾ ഏതാണ്ട് 2 കോടി രൂപ നമ്മൾ ബഡ്ജറ്റിലൂടെ അനുവദിച്ച് ആ നിലയിൽ പണികൾ ആരംഭിക്കും. അപ്പോൾ മൊത്തത്തിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ മാത്രം വലിയ മാറ്റം വരും. പുതിയ വില്ലേജ്, അതെ, പുതിയ വില്ലേജ് ഓഫീസ്, പുതിയ മാർക്കറ്റ്, റോഡ് വികസനം, റിഹാബിലിറ്റേഷൻ കോംപ്ലക്സ്, ഇതെല്ലാം വരികയാണ്. തൊട്ടപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വാഴോട്ടോണം കമ്മ്യൂണിറ്റി ഹാൾ, അവിടെ 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3-ാം മൂഡിൽ നമ്മളൊരു മേലത്ത് കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. 5 കോടി രൂപ ഇപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്താണ് സെൻട്രൽ പോളിടെക്നിക് ക്യാമ്പസ്, 22 കോടി രൂപ അവിടെ മുടക്കിയിട്ടുണ്ട്. നമ്മുടെ വട്ടിയൂർക്കാവ് സ്കൂള് 3 കോടി രൂപ അവിടെ നമ്മൾ ചെലവിട്ട് കെട്ടിടം പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകളും മറ്റു പണികളും കൂടി നടത്തുകയാണ്. അപ്പോൾ ഈ നിലയിൽ വട്ടിയൂർക്കാവിൽ മാത്രം പരിശോധിച്ചാൽ ഇത്രയും രൂപയുടെ വികസനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്തും നടക്കാത്ത നിലയിലാണ് ഗവൺമെന്റ് ഇത്രയും പണം ഇവിടെ മുടക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും നമ്മളിപ്പോൾ നിലവിൽ BMPC ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മണലയം, അതായത് നെട്ടയം മണലയം 3-ാം മൂട് റോഡ് 5 കോടി രൂപ അനുവദിച്ചു. അതുപോലെ തന്നെ തോപ്പുമുക്കിൽ നിന്നും കുലശേഖരത്തേക്കുള്ള റോഡ്
അതുപോലെ തന്നെ നമ്പവൻകാവ് കുണ്ടമൺകടവ് റോഡ് ഇതിനെല്ലാം ഇപ്പോൾ BMPC ആക്കുന്നതിന് ഗവൺമെന്റ് പണം അനുവദിച്ചു. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വികസനം നടത്തിയെന്നുള്ളതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത. നവകേരള സൃഷ്ടിക്കായി സർവ്വസന്നാഹവും ഒരുക്കുന്ന ഇടതു സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതോടെ വട്ടിയൂർക്കാവ് നിവാസികളുടെ ഏറെ നാളത്തെ ആഗ്രഹം സാധ്യമാക്കാൻ MLA VK പ്രശാന്തിന് കഴിഞ്ഞു. കഴിഞ്ഞ ഇലക്ഷൻ മുതൽ ഇത് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ്. കാരണം ഈ വട്ടിയൂർക്കാവിലെ തന്നെ കച്ചവടക്കാർക്കും മറ്റ് സ്ഥാപനക്കാർക്കും ഇത് ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ പത്രത്തിലും TV-ലും ഒക്കെ വന്ന് അവസാനിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷന് വേണ്ടി ഏറ്റെടുത്ത് നമ്മൾ ഇടിച്ച സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എനിക്കും അങ്ങേറ്റം സന്തോഷമുണ്ട്. കാരണം ഇത് ഇപ്പോഴാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടത്. ഇത് വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സംഗതിയൊക്കെ എന്തോ നടക്കുന്നുണ്ട് എന്ന് ബോധ്യത്തിലേക്ക് ആളുകൾ എത്തി. വികസനം എത്താത്ത ഒരു കേന്ദ്രത്തിൽ വികസനം എത്തിക്കുക. വികസനത്തിന്റെ തടസ്സം ഇല്ലായിരുന്നു. അല്ല, ഇവിടെ കാലാകാലങ്ങളായി ശ്രീ MP ജയകുമാർ മന്ത്രിയായിരുന്ന സമയത്ത്, സ്പീക്കറും മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്താണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്തത്. അതിനുശേഷം ഇത് UDF-ന്റെ ജനപ്രതിനിധികളിലേക്ക് പോയി. അവരുടെ ലക്ഷ്യം വികസനമല്ലായിരുന്നു. അത് നമുക്ക് പൊളിറ്റിക്കലായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മണ്ഡലത്തിൽ പല കാര്യങ്ങളിലും പങ്കെടുക്കുക, പോവുക എന്നുള്ള നിലയിൽ കവിഞ്ഞ് വികസന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം കാത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നത്. ഇപ്പോൾ LDF ഗവൺമെന്റിന്റെ ഒരു വലിയ താല്പര്യം അതിനകത്ത് വന്നു. അതുകൊണ്ടാണ് 820 കോടി രൂപയൊക്കെ ഒരു മണ്ഡലത്തിന്റെ പ്രോജക്റ്റിന് വേണ്ടി മുതൽ മുടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത് ഗവൺമെന്റിന്റെ താല്പര്യം വന്നു, MLA-യുടെ ഇടപെടൽ വന്നു. അപ്പോൾ ഇതെല്ലാ സാഹചര്യങ്ങളും കൂടി ഒത്തു വന്നപ്പോൾ സാധ്യതമായി എന്നുള്ളതാണ്. ഇതിനോടകം പൊന്നും വില നൽകി സ്ഥലം ഏറ്റെടുത്ത് കോംപ്ലക്സിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ട്രിഡയ്ക്കാണ് പുനരധിവാസ പദ്ധതിയുടെ ചുമതല. റോഡ് വികസനവും ജംഗ്ഷൻ വികസനവും നടത്തുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡാണ്. നമ്മളിപ്പോ എത്തിയത് റിഹാബിലിറ്റേഷൻ സ്ഥലത്താണ്. ഇത് 2 ഏക്കർ 33 സെന്റാണ്. അതിന്റെ ഒരു കാൽഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഇടിച്ചത്. ഇനി മറുഭാഗത്ത് അതിന്റെ ഭൂരിഭാഗം സ്ഥലമുണ്ട്. അപ്പോൾ അതും കൂടി നമ്മളിപ്പോ ഇടിക്കും. അപ്പോൾ അതിൽ കെട്ടിടങ്ങളുണ്ട്, ഒരു 6-7 കെട്ടിടങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് ലേലം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലേലം പിടിച്ച് ഇടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ആലോചിച്ചത് നവകേരള സദസ്സ് ഈ കാമ്പൗണ്ടിൽ വെച്ച് നടത്തണമെന്നുള്ളതാണ്. അപ്പോഴാണ് സമാപനമാക്കി നമ്മളത് മാറ്റിയത്, തിരുവനന്തപുരം മണ്ഡലം കൂടെ ചേർത്തു. അപ്പോൾ ഈ ജംഗ്ഷനിൽ 25,000 ആളെ കൊണ്ട് കയറ്റുന്നത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടിട്ടാണ് നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള സെൻട്രൽ പോളിടെക്നിക് ഗ്രൗണ്ടിലേക്ക് ഇത് മാറ്റിയത്. അപ്പോൾ ഇവിടെ നിന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മുടെ സന്തോഷം അതാണ്. ആളുകൾക്ക് ബോധ്യപ്പെടും ഇത് വർത്തമാനം മാത്രമല്ല, എഴുത്ത് മാത്രമല്ല, സംഗതി നടക്കും എന്നുള്ളത് ആളുകൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെയാണ് ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്കുള്ള കൊമേഴ്സ്യൽ കോംപ്ലക്സ്. വട്ടിയൂർക്കാവിന്റെ